ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് വന്നേക്കുന്നത്. ഇതെൻ്റെ അമ്മ വീടാണ്. അമ്മ വീടെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അവരവരുടെ അമ്മ വീടെന്ന് പറഞ്ഞൊരു സ്പെഷ്യലായിരിക്കും. അതുപോലെ എനിക്കും ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീടാണിത്. ഈ വീട്ടിലാണ് നമ്മൾ ഇന്ന് കുക്ക് ചെയ്യാൻ പോണത്. ഞാനൊരു ചിക്കനാണ് ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ നമുക്ക് അവിടെ വിബി ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. വാ. വിബി ഇവിടെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് എന്തായാലും നോക്കാം. എന്തായാലും വിബി തീ കൊളുത്തിക്കോ. ഞാനിവിടെ കത്തിക്കാനായിട്ട് കർപ്പൂരം കൊണ്ട് എടുത്തേക്കണത്. മണ്ണെണ്ണ അല്ല, മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ആ മണ്ണെണ്ണയുടെ ഒരു ടേസ്റ്റ് പോലെ വരും. ഇവിടെ ചാർക്കോളൊക്കെ ഇട്ട് അടിയിലൊരു ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊക്കത്തിന് ഞങ്ങൾ ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. ബിബി ഇത് റെഡിയാക്കി ഞാൻ പോയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ ഈ ചിക്കനിൽ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ നേരം കറണ്ട് പോയിട്ട് കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത്. ഇപ്പം നമുക്ക് ഈ സാധനത്തിൽ തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ഇടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് പച്ചമുളക്, കുരുമുളക്, വെളുത്തുള്ളി, ഇതെല്ലാം നമുക്ക് ഇടിച്ചെടുക്കാം. ഈ വീട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90 വർഷം പഴക്കമുള്ള വീടാണ് കേട്ടോ. വെറുതെ പറയണല്ല, ശരിക്കും 90 വർഷം പഴക്കമുള്ളതാണ്. ഇവർ അമ്മയൊക്കെ ഇങ്ങോട്ട് വന്നത് തന്നെ ഇത്തിരി വലുതായി കഴിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അതുകൊണ്ട് വലിയ ശരിയാക്കലും കാര്യങ്ങളൊന്നുമില്ല. വെറുതെ ഓടൊക്കെ ഒന്ന് മാറ്റിയാക്കണം, അല്ലാതെ വേറെ ഒന്നും മാറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഉള്ളതാണ്. ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ. എന്തോ ഈ 2.5 അടിയുള്ള ചെങ്കല്ലൊക്കെ വെച്ചിട്ടാണ് പണിതേക്കണത്. ഇപ്പോൾ ആ സാധനമൊന്നും ഇല്ല. അതൊക്കെ വെച്ചിട്ടാണ് പണിതേക്കണതൊക്കെ പറയണത്. ഭയങ്കര രസമാണ് ഇവിടെ വന്നാൽ. ഇത് കണ്ട, ഇതൊരു തുളസി തറയാണ്. ഇത് നമ്മുടെ വാതിക്കൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് കാണാൻ തുളസി തറയാണ്. പക്ഷെ അത് ഇപ്പോൾ ചെറിയ തുളസിയാണ്. നേരത്തെയൊക്കെ നല്ല ബുഷ് പോലത്തെ തുളസിയാണ്. അതൊക്കെ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യം ഉണ്ടാ ഇത് കാണുമ്പോൾ. പിന്നെ ഇവിടെ ഒരു കെടാവിളക്കൊക്കെ ഉണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ മാത്രം അത് കെടുത്തോളൂ. അത് അങ്ങനത്തെയൊക്കെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ട് ഇവിടെ. അത്രയും രസമാണ് ഇവിടെ വരുമ്പോഴേക്കും. കരണ്ട് വന്നു. ബാക്കി എന്നാൽ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ചിക്കനൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് ഇവിടെ വരഞ്ഞൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മസാല വരട്ടി കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇച്ചിരി ഉപ്പ്, ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് മസാലപ്പൊടി. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ, അത് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. കൂട്ടത്തിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് തന്തൂരി മസാലയും കൂടി ഞാൻ ഇച്ചിരി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു പകുതി നാരങ്ങയും കൂടി ഞാനിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, നമ്മൾ തൈരൊക്കെ ചേർത്തുകൊണ്ട് പുളി കൂടി പോവും. ലാസ്റ്റായിട്ട് കുറച്ച് എണ്ണ, സൺഫ്ലവർ ഓയിലാണ് ഇട്ട് ഒഴിക്കണം. വെളിച്ചെണ്ണയാണെങ്കിലും മതി. നന്നായിട്ട് ഇതൊരു എത്രയും സമയം, ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ലതായിരിക്കും. നമുക്കിത് ഇതൊന്ന് സെറ്റാകാൻ വെക്കാം. ആ സമയത്ത് നമുക്കൊന്ന് മച്ചുംപുറത്തൊന്ന് പോയി നോക്കാം. അവിടെ അപ്പൂപ്പൻ എഴുതിയ ഓലയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ, നമുക്ക് മേളിൽ പോയിട്ട് വരാം. ഇതെങ്ങനെ കയറടി? സിമ്പിൾ അല്ലേ? കേൾക്കോ കേൾക്കോ. ഇതാണ് ഞങ്ങളുടെ മച്ചുംപുറം. ഇതാണ് അപ്പൂപ്പന്റെ പഴയ പറ്റിയാണിത്. ശരി, തുറക്കാം നമുക്ക്. ചാടില്ല പുറത്തേക്ക്. പാമ്പൊന്നും ഉണ്ടാവുന്നില്ല അല്ലേ? എന്താണെങ്കിലും പേടിയാവൂലേ? അപ്പൂപ്പന്റെ കൈ കൊണ്ട് എഴുതിയ ഓലയാണ് ട്ടാ. കാണാൻ പറ്റണ്ട.
നമ്മുടെ പഴയ സ്പീക്കറാണ് ഇത്. ഇതെന്താ മറ്റേ പാട്ട് കേൾക്കണ ഡിസ്കല്ലേ ഞങ്ങളിത്. ഇത് ഇതാണ് നമ്മുടെ ഐറ്റം. കാലക്കൊടിഞ്ഞ് അമ്മ കളിച്ചോണ്ടിരുന്ന വെച്ചാ തലയില്ലാത്ത കുതിര ഉണ്ടായിരുന്നു, തലയൊക്കെ പോയി. പിന്നെന്താണ്, പിന്നെ ഇവിടെ ഒരു ചെറിയ മുറി പോലെ ഉണ്ടാ, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങണില്ലേ, പാലൊക്കെ ഉറങ്ങിയിരിക്കണേന്ന്. നല്ല ചൂടാണ്ട് ഇവിടെ. നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗ്രില്ല് ചെയ്ത് എടുക്കണ്ടേ, വേഗം പോവാം നമുക്ക്. അതൊക്കെ പോകണ്ടത് ഇവിടെ. ഇത് വേണ്ട ഈ സാധനമൊക്കെ ഇതൊക്കെ ഇങ്ങനെ തുറന്നിട്ടല്ലെങ്കിൽ ഇതിന്റെ താഴെയുള്ള നമ്മുടെ വീടൊക്കെ കാണാൻ പറ്റും. തുറന്നു കഴിഞ്ഞാൽ അങ്കിൾമാർ തന്നെ മണിക്കൂറുകൾ ഞാൻ കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ഗ്രിൽ പാനിൽ വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഇതിൽ നമുക്ക് കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കനലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണ്ടേ. ചിക്കനൊക്കെ ഒരു ഫോസപ്സ് അവിടെ ഇരിപ്പുണ്ടാകും. ഇവിടെ ഓക്കെ, അടുത്ത സെറ്റ് വെക്കാം നമുക്ക്. ഞാനിവിടെ മയണൈസും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഇതും കൂട്ടി ഒന്ന് കഴിക്കാൻ പോണേ ഉണ്ടാ. കഴിച്ചോക്ക്, എല്ലാവരും കഴിച്ചോക്ക്. അങ്കിൾമാരെല്ലാരും വന്ന് കഴിച്ചോക്ക്. ഞാനുണ്ടെന്ന് പറയണം കേട്ടാ. എന്തായാലും ഗ്രിൽ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. ഇത്ര നേരത്തെ കഷ്ടപ്പാട് സൂപ്പറായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.